തൃശ്ശൂർ പൂരം വെടിക്കെട്ടിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് അതിഗംഭീരമായി തന്നെ നടന്നു. ആദ്യം തിരികൊളുത്തിയത് തിരുവമ്പാടി വിഭാഗമായിരുന്നു. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് വർണ്ണാഭമായിരുന്നു. അതിനോടൊപ്പം തന്നെ വളരെയധികം ശബ്ദങ്ങളോടുകൂടി ശബ്ദവിസ്മയവും അതുപോലെ തന്നെ കാണാനും അതിഗംഭീരമായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പൊതുവിൽ ഉണ്ടായ ഒരു അഭിപ്രായം. എങ്ങനെയാണ് വെടിക്കെട്ട്? ഗംഭീരായിരുന്നു. ആരുടെ വെടിക്കെട്ട് ഏറ്റവും ഇഷ്ടമായത്? പാറമേക്കാവ്. എന്താ ഇഷ്ടമാവാൻ കാരണം? സൗണ്ട് കൂടുതലായിരുന്നു. ഇഷ്ടായ വെടിക്കെട്ട്? ഇഷ്ടായ? നല്ല അടിപൊളിയായിട്ട് വെടിക്കെട്ട് നടന്നു. രണ്ടാമത് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ് നടന്നത്. തിരുവമ്പാടി വിഭാഗത്തിനേക്കാൾ ശബ്ദത്തിൽ കൂടുതൽ ഒരു ഗാംഭീര്യം ഉണ്ടായിരുന്നു പാറമേക്കാവ് വിഭാഗത്തിൻ്റെ വെടിക്കെട്ടിന് എന്നാണ് പൊതുവിൽ ഉണ്ടായ ഒരു അഭിപ്രായം. എന്തായാലും തിരുവമ്പാടിയെ പോലെ തന്നെ പാറമേക്കാവും അതിഗംഭീരമായ തന്നെ സാമ്പിൾ വെടിക്കെട്ട് അവരുടെയും നടത്തി. തൃശ്ശൂർക്കാരെ അഭിമാനിക്കാം. ഇത്ര നല്ലൊരു പൂരമാണ് തൃശ്ശൂരം മാത്രമുള്ള വേൾഡിൽ. ഇനി വരാനിരിക്കുന്ന പൂരം വെടിക്കെട്ടിന് മുന്നോടിയായി ഉള്ള ഒരു വെറും സാമ്പിൾ മാത്രമാണ് ഇത് എന്നുള്ളതാണ് ഇരു വിഭാഗങ്ങളും പറയുന്നത്. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ വെടിക്കെട്ടിൽ പല വ്യത്യസ്തമായ നിലയമിട്ടുകളും ഉൾപ്പെടെയുള്ളവയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല വ്യത്യസ്തമായ വർണ്ണക്കുടകളും LED കുടകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ആസ്വാദകരുടെ മനം കവർന്നു. വൈകുന്നേരം 7:30 തിരുവമ്പാടി തിരികൊളുത്തിയതെങ്കിൽ 8:30 പാറമേക്കാവ് വിഭാഗം വെടിക്കെട്ടിന് തിരികൊളുത്തിയത്. ഇനിയിപ്പോൾ നാളെ പൂര വിളംബരമാണ്, അതിനായുള്ള കാത്തിരിപ്പാണ്. അതിനുശേഷം 6-ാം തീയതിയാണ് തൃശ്ശൂർ പൂരം. 7-ാം തീയതി പുലർച്ചെയാണ് പ്രധാന വെടിക്കെട്ട്. ഉച്ചയോടുകൂടി പകൽപൂരത്തിൻ്റെ വെടിക്കെട്ടും നടക്കും. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.